തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു എംഎൽഎക്ക് 3 വർഷം തടവ് ശിക്ഷയും പിഴയും. നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം കേസിലെ 2 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു. ലഹരിക്കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആന്റണി രാജുവും മുൻ കോടതി ഉദ്യോഗസ്ഥന് ചേർന്ന് തൊണ്ടിമുതൽ അട്ടിമറിച്ചുവെന്നാണ് കേസ്. കോടതി കസ്റ്റഡിയിലിരുന്ന തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കോടതി ക്ലർക്കിന്റെ സഹായത്തോടെയാണ് അടിവസ്ത്രം മാറ്റിയതെന്നാണ് കേസ്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പ്രോസിക്യൂഷൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കോടതി ഫൈൻഡ് ചെയ്ത എല്ലാ വകുപ്പുകളിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായത്. കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ല അനുഭവിച്ചാൽ മതി. അതെ അത് പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക്, അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡിൽ ജയിലിലേക്ക് പോകും. കൂട്ടുപ്രതിയായ മുൻ തൊണ്ടി ക്ലർക്ക് ജോസ് ഉദ്യോഗസ്ഥ വഞ്ചനയ്ക്ക് 1 വർഷം അധിക തടവും അനുഭവിക്കണം. അതേസമയം കേസിലെ 2 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനെന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി. ഇതുപ്രകാരം ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമാകും. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം. എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് തീർച്ചയായിട്ടും ഇത് ഉമ്മൻചാണ്ടിയുടെ 2002 ഏക്യാനിയുടെ കാലഘട്ടത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു. അത് കോടതി സ്വീകരിച്ചു. 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവുമില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അതേസമയം കോടതിക്ക് പുറത്തിറങ്ങിയ ആന്റണി രാജുവിനെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു. വാഹനത്തെ വടികൾ ഉപയോഗിച്ച് ആക്രമിച്ചു. പോലീസ് വലയം തീർത്താണ് അവസാനം ആന്റണി രാജുവിന്റെ വാഹനം കടത്തിവിട്ടത്. കോൺഗ്രസ് നേതാവ് തേക്കട അനിലാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.